ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റവയും പഴവും ഉപയോഗിച്ച് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട്, ഒരു പഴുത്ത പഴം എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത പഴമാണ് എടുത്തിരിക്കുന്നത്. റവ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം, നന്നായി ഫൈനായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ. ഇനി പഴം ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പഴം വേണമെങ്കിലും ഉപയോഗിക്കാം, പക്ഷെ നല്ല പഴുത്ത പഴമായിരിക്കണം എടുക്കേണ്ടത് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കാം. ഇങ്ങനെ ഉടച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഏലക്ക പൊടിച്ചതൊക്കെ ഓപ്ഷനിലാണ്, കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി പൊടിച്ച റവ ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കില്ലേ, ആ രീതിയിൽ വേണം നമുക്കിതൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ, പരത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി കൈ ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം. റവ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. പൊടിച്ച റവയായിരിക്കണം ചേർത്ത് കൊടുക്കേണ്ടത്, തരിയുള്ള റവ ചേർത്ത് കൊടുക്കരുത് കേട്ടോ. ഇതപ്പം ഞാനിങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. ഇനി നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുക്കണം. വെള്ളമൊന്നും ചേർക്കേണ്ട, വെള്ളം ചേർക്കാതെ കുഴച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. ഇങ്ങനെ പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ നിങ്ങൾക്ക് ഫ്രൈ ചെയ്യാൻ ഇഷ്ടം, ആ ഷേപ്പിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു കനത്തിലാണ് ഞാൻ പരത്തിയെടുത്തിരിക്കുന്നത്. കനം കുറച്ച് പരത്തിയെടുക്കരുത്, ഈ ഒരു കനത്തിൽ തന്നെ പരത്തിയെടുക്കണം കേട്ടോ. ഇങ്ങനെ എല്ലാതും കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടി തുടങ്ങാം. അപ്പം എല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഓയിലിൽ വേണമെങ്കിലും ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. എണ്ണ നന്നായി ചൂടായതിനു ശേഷം നമുക്ക് ഓരോന്ന് വീതം ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. എല്ലാ സ്നാക്കും ചേർത്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം കേട്ടോ. കുറച്ച് വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഫ്ലെയിം കൂട്ടി കൊടുത്താൽ പുറം ഭാഗം നല്ല ക്രിസ്പിയായി പോവും, സ്നാക്കിൻ്റെ അകം വെന്ത് കിട്ടില്ല. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അധിക സമയമൊന്നും ഇതിന് വേവില്ല. കളറൊന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. എണ്ണയിൽ നിന്ന് കോരുന്ന സമയത്ത് ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ തന്നെ ആക്കിയിട്ട് വേണം നമ്മൾ എണ്ണയിൽ നിന്ന് ഒരു സ്നാക്ക് വീതം കോരിയെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാ സ്നാക്കും നമുക്ക് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കല്ലേ ഇത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് കമൻറ്റ്സ് അറിയിക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളിൽ ആരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണേ. ബെല്ലൈക്കണിലെ ഓൾ ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് നിങ്ങളിലേക്ക് എത്തുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.